ആ തെറ്റിൽ നിന്നൊന്ന് മാറി നിന്നിട്ട് കുറെ കാലമായില്ലേ നിസ്കാരം കളാക്കുന്നു, കുറെ കാലമായില്ലേ കള്ളു കുടിക്കുന്നു, കുറെ കാലമായില്ലേ ഞാൻ ഇങ്ങനെ ഹറാമ് ചെയ്യുന്നു, കുറെ കാലമായില്ലേ എന്റെ ഭർത്താവിനെ വഞ്ചിച്ച് ഞാൻ ജീവിക്കുന്നു, കുറെ കാലമായില്ലേ എന്റെ ഭാര്യയെ ഞാൻ ചതിക്കുന്നു, ഇനിയൊന്നും എനിക്ക് മാറണമല്ലോ, ഒരു ചേഞ്ചസ് വേണമല്ലോ. ഈ ഒരു ചിന്തയിലൂടെ നമ്മുടെ ജീവിതം ഒന്ന് മാറ്റിവെക്കണം. ചെറുപ്പക്കാരെ, എല്ലാ തിരക്കുകളും ഒന്ന് മാറ്റിവെച്ച് നിസ്കാരം ഒന്ന് മുറുകെ പിടിക്കാൻ നോക്കണം. ബാങ്ക് കൊടുക്കുമ്പോ എത്ര തിരക്കിലുണ്ടെങ്കിലും, ഏത് ക്ലബിലുണ്ടെങ്കിലും, ഏത് വലിയ ഇമ്പോർട്ടന്റ് കാര്യത്തിലുണ്ടെങ്കിലും എന്നെ വിളിക്കുന്നത് എന്റെ റബ്ബാണ്. അല്ല എന്നെ വിളിക്കുന്നുണ്ടല്ലോ. അവിടെ അങ്ങ് ചെന്നിട്ട് ഉസ്താദിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോ നിന്റെ മനസ്സിൽ വരേണ്ട ഒരു ചിന്തയുണ്ട്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, മോനെ നിനക്ക് നന്നാകണോ, ഉമ്മ നിനക്ക് നന്നാകണോ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരാൾ വന്നിട്ട് പറയുന്നു, ഇദ്നി വഔജിസ്, നബിയെ എനിക്കൊരു വഅദ് പറഞ്ഞു തരണം, വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഒരു വഅദ് പറഞ്ഞു തരണം. ഹബീബായ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, ഇദാ ഖുംത ഇലാ സ്വലാതിക ഫസല്ലി സ്വലാത മുവദ്ദിഅ. മോനെ ചെറുപ്പക്കാരെ, നന്നാകണോ, അല്ലാഹുവിനെ ഓർമ്മയുള്ള ജീവിതം വേണോ. ബാങ്ക് കൊടുക്കുമ്പോൾ ഒന്ന് പള്ളിയിൽ വന്നിട്ട് ഉസ്താദിന്റെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കുമ്പോ നിന്റെ മനസ്സിലേക്ക് നീ കൊണ്ടുവരേണ്ട ഒരു നിസ്കാരമുണ്ട്. ളുഹറിനാണ് നീ പിന്നിൽ നിസ്കരിക്കുന്നതെങ്കിൽ നിന്റെ മനസ്സിൽ നീ കരുതേണ്ടത്, പടച്ച റബ്ബേ അസ്ർ നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലല്ലോ അല്ലാഹ്, ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാണല്ലോ അല്ലാഹ്. എത്രയാ ളുഹർ നിസ്കരിച്ചു നോക്കുന്നു, അസ്റിനാകുമ്പോൾ ആളെ കാണാനില്ല, ഖബറിലെത്തിപ്പോയ എത്ര ജീവിതങ്ങളുണ്ട്. നിന്റെ മനസ്സിൽ വരേണ്ടത്, അസ്ർ നിസ്കാരത്തിന് എനിക്ക് ഉറപ്പില്ലല്ലോ അല്ലാഹ്, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണല്ലോ എന്ന് ചിന്തിച്ച് നിസ്കരിച്ചാൽ പിന്നെ സലാം വിട്ടാൻ തോന്നുവോ? ചെറുപ്പക്കാരെ, അസ്ർ നിസ്കരിക്കുമ്പോ തോന്നണം, മഗ്രിബിന് ഞാനില്ലല്ലോ അല്ലാഹ്. വീട്ടിൽ ഉമ്മമാർ ചിന്തിക്കണം, മഗ്രിബ് നിസ്കരിക്കുമ്പോ ചിന്തിക്കണം, ഇശാ നിസ്കാരത്തിന് ഞാൻ ഉണ്ടാകുമോന്ന് ഉറപ്പില്ലല്ലോ അല്ലാഹ്. ഇശാ നിസ്കരിച്ച് കിടക്കുമ്പോ ചിന്തിക്കണം, സുബ്ഹി നിസ്കാരത്തിന് എഴുന്നേൽക്കുമെന്ന് ഉറപ്പില്ലല്ലോ. അങ്ങനെ ഓരോ നിസ്കാരങ്ങളും ഇതെന്റെ അവസാനത്തെ നിസ്കാരമാണെന്ന് ചിന്തിച്ചാൽ പിന്നെ നന്നാകാൻ അത് മതിയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ചെറുപ്പക്കാരെ, തിരക്കുകളൊന്ന് മാറ്റിവെച്ച് ഫർദ് നിസ്കാരത്തിന് ജമാഅത്തിന് കഴിവിന്റെ പരമാവധി ഒന്ന് എത്തി നോക്കി ജമാഅത്തിനെത്താനൊന്ന് ശ്രമിച്ചിട്ട് സുന്നത്ത് നിസ്കാരങ്ങളൊന്ന് മുറുകെ പിടിക്കണേ. സുന്നത്ത് നിസ്കാരത്തിന് ഒന്ന് മുറുകെ പിടിക്കണേ. ധാരാളം സുന്നത്തുകൾ ചെയ്യണം. റബീഉൽ അവ്വൽ മാസമല്ലേ വരുന്നത്, മാസമല്ലേ നമ്മളിലുള്ളത്, ധാരാളം സുന്നത്തുകൾ ചെയ്യണം. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ സുന്നത്ത് നിസ്കരിക്കാൻ പറഞ്ഞാല് അല്ലെങ്കിൽ സുന്നത്താ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാല് ഇപ്പൊ ചോദിക്കാറുള്ളത്, ജീവിക്കണ്ടേ ഉസ്താദേ, അങ്ങനെയൊക്കെ മതി എന്നാണ് ചെറുപ്പക്കാര് ചോദ്യം. മരിക്കണ്ടേ, ഖബറിൽ കിടക്കണ്ടേ. അതുകൊണ്ട് എന്റെ നിസ്കാരം, ഫർദ് നിസ്കാരം, അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനാണ് സുന്നത്ത് നിസ്കാരങ്ങൾ. ചെറുപ്പക്കാരെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് പള്ളിയിലെ ഉസ്താദ് ഒന്ന് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഈ ദുആ അങ്ങ് ചെയ്യുമ്പോ ആമീൻ പറയാൻ ഒരു 5 മിനിറ്റ് മാറ്റി വെക്കണേ. ചെറുപ്പക്കാരെ, തിരക്ക് തീരുന്നില്ലല്ലോ, എന്നാ തിരക്കുകളെല്ലാം തീരുന്നൊരു ദിവസമുണ്ടുമ്മ. അൽഹാകുമുത്ത തകാതുർ ഹത്താ സുർതുൽ മഖാബിർ. ഖബറിലെത്തിയാ പിന്നെ തിരക്കില്ല, എവിടെയും പോകാനില്ല. അവിടെ പിന്നെ ചോദ്യോത്തരത്തിന്റെ കാലമാണ്, പിന്നെ ശിക്ഷയുടെ കാലമാണല്ലോ. അതുകൊണ്ടോ ചെറുപ്പക്കാരെ, എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ചെയ്തു പോയ പാപങ്ങൾക്കെല്ലാം ഒന്ന് റബ്ബിനോട് മാപ്പ് ചോദിച്ച്, ഞാൻ ഇത്രയും കാലം മദ്യപിച്ചു പോയി റബ്ബേ, കള്ളു കുടിച്ചു പോയി, ഹറാമ് ചെയ്തു പോയി, ഒരു ജീവിതത്തിന്റെ ഗോളില്ലാതെ ലക്ഷ്യമില്ലാതെ ഞാൻ ജീവിച്ചു പോയി അല്ലാഹ്, എനിക്ക് മാപ്പാക്കണമെന്ന് ചിന്തിച്ച് കരഞ്ഞു പറഞ്ഞ്